ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഐഷാഡ് വൈബ്സ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി വെക്കുക. എൻ്റെ ചാനലിൽ ഇടുന്ന ക്രിയേറ്റീവായിട്ടുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനും മറക്കണ്ട കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഒക്കെ വോയിസ് ഓവറൊക്കെ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നൊരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആണ്. ഹാലോവീൻ ഡേ ആണല്ലോ, അപ്പോൾ ഒരു ഹാലോവീൻ തീം തന്നെ ആയിക്കോട്ടെ. അധികം സാധനങ്ങളോ അലങ്കാരങ്ങളൊന്നും ഇല്ലാതെയാണ് ഡെസ്ക് മേക്ക് ഓവർ ചെയ്തത്. അപ്പം നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഒരു പേപ്പർ ക്യാരി ബാഗ് എടുക്കുക. സാധാ A4 ആയാലും മതി, എൻ്റെ കയ്യിലുണ്ടായപ്പോൾ എടുത്തുന്നുള്ളൂ. എന്നിട്ട് ആ പേപ്പറിൽ മാപ്പിൾ ലീഫിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഓട്ടം മാപ്പിൾ ലീഫാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഓറഞ്ചും ബ്രൗണും യെല്ലോ കളറൊക്കെ വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാപ്പിൾ ലീഫ് റെഡി. ഇനി അടുത്തതായിട്ടൊരു പംകിൻ ഉണ്ടാക്കാം. അതിനതൊരു ഓറഞ്ച് ക്ലോത്ത് എടുക്കുക, ഒരു സ്ക്വയർ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് നടുമടക്കി കൊടുക്കുക. എന്നിട്ട് ആ അറ്റം ഒന്ന് തുന്നി കൊടുക്കുക. ടൈലറിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചു കൊടുത്താലും മതി, എൻ്റെ കയ്യിലില്ല. ശേഷം ഒരു അറ്റം ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുക. പിന്നെ മറ്റേ അറ്റം വെച്ച് ഉള്ളിലെ ഭാഗം പുറത്തോട്ടാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കോട്ടൺ നിറച്ച് കൊടുക്കുക. പിന്നെ ഫുള്ള് കവർ ചെയ്തൊന്ന് തുന്നി കൊടുക്കുക. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ഈ റൗണ്ടിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒന്ന് നൂല് വലിച്ചു കൊടുക്കുക. നൂല് പുറത്തൂടെ എടുത്തിട്ട് സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇതേപോലെ പംകിൻ്റെ 6 സൈഡാവും വരെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ പംകിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ എന്തെങ്കിലും ഒരു വയർ എടുക്കുക, ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുക. പിന്നെ പംകിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ 2 പംകിൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു വിച്ചിൻ്റെ ഹാറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതിനകത്തൊരു ബ്ലാക്ക് സ്ക്വയർ പേപ്പർ എടുക്കുക, ഒന്ന് കോണായിട്ട് മടക്കി കൊടുക്കുക. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ സെൻറ്ററിൽ നിന്ന് താഴോട്ടൊന്ന് മടക്കി കൊടുക്കുക. അടിയിൽ എക്സ്ട്രാ വരുന്ന 2 കോണുകളും മുകളിലോട്ടൊന്ന് മടക്കി കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒന്നും കൂടി മടക്കാൻ മറക്കണ്ട. അപ്പോൾ ഹാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മുകളിലത്തെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക. അപ്പോൾ ഈ വിച്ചിൻ്റെ ഹാറ്റ് നിങ്ങൾക്ക് ടഫാണെന്ന് തോന്നുകയാണെങ്കിൽ പിൻട്രസ്റ്റ് നോക്കിയാൽ മതി, സിമ്പിളായിട്ടുള്ളത് കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് 2 കുഞ്ഞു ഡബ്ബൻ്റെ മുകളിൽ 2 സ്റ്റിക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഫുള്ളായിട്ട് ബ്ലാക്ക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ശേഷം ഒരു ബ്ലാക്ക് A4 ഷീറ്റ് എടുക്കുക. ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന ഷേപ്പിലൊന്ന് വരച്ച് വെട്ടി കൊടുക്കുക. വേറെ ഒന്നുമല്ല, ഒരു ബാറ്റിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. അത് നേരത്തെ എടുത്ത് സ്റ്റിക്കിൽ 2ലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അടിപൊളി ഡെസ്ക് ഡെക്കോർ ആയില്ലേ. അടുത്തതായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സിലിണ്ടറിക്കൽ പാത്രം എടുക്കുക. ഉള്ളിൽ വാക്സ് ഒക്കെ വെച്ച് ക്യാൻഡിലൊക്കെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് വേണ്ടത്ര വാക്സ് ഇല്ലാത്തതുകൊണ്ട് അത് പാളിപ്പോയി. പിന്നെ പുറത്ത് ഗ്ലൂ ഗണ്ണ് വെച്ച് വാക്സ് പോലൊക്കെ ആക്കി പെയിന്റ് ചെയ്ത് ഒരു അടിപൊളി ഡെക്കോറാക്കി. ഇനി അടുത്തതായിട്ടൊരു സ്റ്റോൺ എടുക്കുക, ഫുൾ ബ്ലാക്ക് പെയിന്റ് അടിച്ചു കൊടുക്കുക. പിന്നെ 2 വയറെടുത്ത് ഒന്ന് 4 പീസാക്കി ടോട്ടൽ 8 പീസാക്കി എടുക്കുക. പിന്നെ വീഡിയോയിൽ കാണിച്ച പോലെ ഷേപ്പിലൊന്ന് വളച്ചു കൊടുക്കുക. പിന്നെ സ്റ്റോണിന്റെ അടിയിലായിട്ട് ഒരു സൈഡിൽ 4 വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. സാധനം മനസ്സിലായോ? ഇനി അടുത്തതൊരു പേപ്പർ എടുക്കുക, ഗോസ്റ്റിന്റെ ഷേപ്പിൽ വരക്കുക, വെട്ടി കൊടുക്കുക. പിന്നെ അതിന്റെ ഫേസ് ഒന്ന് വരച്ചു കൊടുക്കുക. അങ്ങനെ ഗോസ്റ്റ് കുറച്ച് അധികം ഉണ്ടാക്കിയെടുക്കുക. ഇനി ഈ സാധനങ്ങളൊക്കെ വെച്ച് ഹാലോവീൻ തീമിൽ ഡെസ്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുക. ആദ്യം എംബ്രോയിഡറിന്റെ ഒരു ബ്ലാക്ക് നൂലെടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ കാണിച്ച പോലെ ആദ്യം ഒന്ന് വെർട്ടിക്കലായിട്ടും ഒന്ന് ഹൊറിസോണ്ടലായിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്താണ് ഉദ്ദേശം? അതന്നെ, സ്പൈഡർ വെബ്. വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ നൂലിൻ്റെ ഇടയിലൂടെ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. വെബ് റെഡിയായി. ഇനി വേറൊരു നൂലെടുക്കുക, ഹൊറിസോണ്ടലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഗോസ്റ്റിന് ക്ലിപ്സ് വെച്ചൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വോളിൽ ചെയ്യാനുള്ള റെഡി. ഇനി ഡെസ്കിലേക്കുള്ളത് നോക്കാം. ഈ ഡെക്കോർ ഐറ്റം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. അത് ഞാൻ എന്തായാലും ഷോർട്സ് ആക്കിയിടാം, വേണമെന്നുള്ളവർ പോയി കാണാം കേട്ടോ. ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ ഡെക്കോർ ഐറ്റംസും ടേബിളിൽ വെച്ച് കൊടുക്കുക. ഈ ഡെക്കോർ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഫ്രം ഐഷ.